അല്ല, അത് ശരിയുമാണല്ലോ ശ്രീ എം എസ് വേണുഗോപാൽ. താങ്കൾ നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചതാണ്, ഇതൊരു ചീറ്റിംഗ് എഗ്രിമെന്റ് തന്നെയാണ് എന്ന്. ഇപ്പോൾ പക്ഷേ ഷാക്കിർ പറയുന്നത് ഇത് ഹമാസിന്റെ വിജയമായി മാറുമെന്നാണ്. ഹമാസിൻ്റെ വിജയമായി മാറണമെങ്കിൽ ഒന്നുകിൽ ഗാസ, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക്, അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഈ 20 അംഗ പ്ലാനിൽ വരണ്ടേ, 20 സ്റ്റെപ്പിലുള്ള പ്ലാനിൽ വരണ്ടേ? ഇതിൽ യാതൊന്നും പറയുന്നില്ലാണ്. ഗാസയുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താണ്, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ എന്ത് നടക്കും, അതുപോലും പറയുന്നില്ല. ഇപ്പം തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, പലസ്തീൻ എന്ന് പറയുന്ന നിലവിലുള്ള അതോറിറ്റിയിൽ പോലും ജനാധിപത്യമില്ല, അവിടെ നീതിന്യായ വ്യവസ്ഥയില്ല. അപ്പോൾ ഇതൊന്നും ഒരു ബാർബേറിയൻ കൺട്രി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നാക്കി നല്ലൊരു സാംസ്കാരിക അല്ലെങ്കിൽ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആക്കി ഞങ്ങളിത് കൊണ്ടുവരാനുള്ള പദ്ധതി എന്നുള്ള രീതിയിലാണ് ഈ 20 പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്ലാനിനകത്ത് സത്യത്തിൽ ഹമാസിനെ നിരായുധീകരിച്ച് അവരെ നിർവീര്യമാക്കി എന്നത്തേക്കുമാക്കി ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറേബ്യൻ രാഷ്ട്രങ്ങൾക്കറിയാം, പാകിസ്ഥാനും തുർക്കിക്കും വരെ അറിയാം. പക്ഷേ അവരും ഗത്യന്തരമില്ലാതെ ഇതിനെ പറയുകയാണ്, സലാം അടിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഒരു മഹത്തായ കാര്യം ചെയ്തു എന്ന് അവരെല്ലാവരും അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹമാസിന് ഒന്നുകിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മരിക്കാം, അല്ലെങ്കിൽ ഈ പീസ് എഗ്രിമെൻറ്റ് അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് എവിടെയാണോ ആ ഭാഗത്ത് ഒതുങ്ങി ജീവിക്കാം എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഹമാസിനെ ഇപ്പോഴും പൂർണ്ണമായിട്ട് അവർക്ക് കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇത്രയും അടിച്ച് തകർത്തിട്ട് പോലും ഈ ഗുഹയ്ക്കകത്തും മറ്റ് അണ്ടർഗ്രൗണ്ടിലുമൊക്കെയുള്ള അവരുടെ ആയുധങ്ങൾ പോലും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിൻ്റെ നിർവീര്യമാക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിന് അവർ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ജനങ്ങളെ ഇതുപോലെ തന്നെ ബന്ദികളാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ, ആ ബന്ദികളാക്കിയ ജനങ്ങളാണിപ്പം അവിടെ ആഘോഷിക്കുന്നത്. കാരണം ഈ ബന്ധനത്തിൽ നിന്ന് ഞങ്ങൾ മുക്തനാകുന്നല്ലോ എന്നുള്ളൊരു സന്തോഷവും കൂടെ അവർക്ക്. ശ്രീത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞു. അത് അവർ സ്വാഭാവികമായിട്ടും ആഹ്ലാദിക്കും, കാരണം അവർ നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അവർ ചെകുത്താനും ഹമാസിന് പക്ഷേ അങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റുകയില്ല. അല്ല, ചെകുത്താനും നടുക്കടലിനും ഇടയ്ക്കെന്ന് പറഞ്ഞ പോലെയാണ്. അവർ ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണവും നേരിടുന്നു, പുറകിൽ നിന്ന് ഹമാസിൻ്റെ തോക്ക് ചൂണ്ടലും നേരിടുകയാണ്. അപ്പോൾ ഇത് പട്ടിണിക്കും പരിവട്ടത്തിനും ഒപ്പം ഈ രണ്ട് ചെകുത്താനും നടുക്കടലിലും ചേർന്ന് അവരെ സപ്രസ് ചെയ്യുന്നതിൽ നിന്ന് മാറിയല്ലോ, എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് ജീവിക്കാനുള്ളൊരു അവസരം കിട്ടുമല്ലോ, ഇങ്ങനെ പിച്ച തണ്ടേണ്ട അവസ്ഥ ഇല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അവർ ആഹ്ലാദമായിട്ട് അവിടെ പ്രകടിപ്പിച്ചത്. ഈ പീസ് പ്ലാൻ പൂർണ്ണമായിട്ടും ഞാൻ കണക്കാക്കുന്നത് ഭാവിയിൽ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന, ബൈബിളിൽ പറയുന്ന അതേ ഇസ്രായേൽ ആയിരിക്കണമെന്നില്ല, കാരണം നൈൽ മുതൽ അല്ലെങ്കിൽ യൂഫ്രട്ട് നദീതീരം വരെ വരുന്ന ആ വിശാലമായ ഒരു ഇസ്രായേൽ അല്ലെങ്കിലും പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രമില്ലാത്ത ഒരു ഇസ്രായേലിനെയാണ് അവർ സൂത്രത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്ന് പറഞ്ഞ് പലസ്തീൻ ജനതയെ എങ്ങോട്ടെങ്കിലും അവർ ഓടിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്തൊക്കെ തന്നെ കഴിഞ്ഞു കൂടുന്നതിനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ എത്രയോ മുസ്ലിം താമസിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വലിയ രാജ്യത്ത് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടാം എന്നുള്ള ഒരു പദ്ധതിയിലേക്കാണ് ഇത് കാലക്രമത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് സത്യം. ഈ പീസ് ഡീല്, അവിടുത്തെ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് വർഷങ്ങൾ നീളുന്ന പ്രോസസ് ആയിരിക്കും. വാക്കുകളിൽ കേൾക്കാൻ രസമാണ് എല്ലാം ഉണ്ടെങ്കിലും അത് അവരുടെ അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നല്ലോ. ഗാസ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാണ് ട്രംപും നെതന്യാഹുവും കൂടെ തീരുമാനിച്ചത്. ഇന്ത്യയുടെ നിലപാടിനെ എങ്ങനെ കാണുന്നു ശ്രീ മോഹൻ വർഗീസ്? ട്രംപിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി. ഇന്ത്യക്ക് വ്യക്തമായ നിലപാട് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്ത്യ പലസ്തീനിയൻ കോസിനോടൊപ്പമാണ്. പക്ഷേ ഇന്ത്യ പാലസ്തീനെയാണ് അംഗീകരിക്കുന്നത്, ഹമാസ് എന്ന സംഘടനയല്ല. എന്നാൽ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പാലസ്തീന് വേണ്ടി അല്ലെങ്കിൽ പാലസ്തീൻ കോസ് എന്ന രൂപമേറ്റെടുത്തുകൊണ്ട് ഹമാസ് പോരാടുന്നു. ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം, അല്ലാതെ പാലസ്തീനിയൻ ജനതയും ഇസ്രായേലും തമ്മിലല്ല. അത് അങ്ങനെ ആയി വരുന്നതാണ്. അപ്പോൾ ഇവിടെ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇന്ത്യ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയാണ്. ഈ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വാച്ച് ചെയ്യുന്നുണ്ട്. നമ്പർ 1 സ്റ്റേക്ക് ഹോൾഡർ അത് മറ്റാരുമല്ല, പലസ്തീനിയൻ ജനത തന്നെയാണ്. ഏതാണ്ട് 1 കോടിയിൽ താഴെ വരുന്ന 23 ലക്ഷം പേര് വരുന്ന ഗസയിലെ ജനസംഖ്യയും തത്തുല്യമായ നമ്പേഴ്സ് വെസ്റ്റ് ബാങ്കിലും ജെറുസലമിലും എല്ലാം വരുമ്പോൾ ഒരു 66 ലക്ഷം പേര് വരുന്ന പലസ്തീനിയൻ ജനത. ആ ജനതയോട് എക്കാലത്തും ഐക്യദാർഢ്യമുണ്ട്. കാരണം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ ഡിവൈഡഡ് പോപ്പുലേഷനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഇന്ത്യൻ നിലപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്കാലത്തും
അത് ഈ അടുത്ത സമയത്ത് അതിനൊരു കുറവ് വന്നിട്ടുണ്ടോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹമാസിൻ്റെ ആക്രമണം ഒക്ടോബർ 7, 2023 സംഭവിച്ചപ്പോൾ അതിനെ ശക്തമായി ഇന്ത്യ അപലപിച്ചു. ഇസ്രയേലിന് ആദ്യഘട്ടത്തിൽ ഇന്ത്യ പൂർണ്ണ പിന്തുണയും നൽകി. കാരണം എന്തുകൊണ്ടാണ്? ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് നൽകുന്ന പിന്തുണയായി മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷേ അത് തെറ്റിദ്ധരിക്കേണ്ട, അത് ഈ പറയുന്ന ഹമാസിനെ ഉള്ള പിന്തുണയായി അതിനെ തെറ്റിദ്ധരിക്കേണ്ട, ഇസ്രായേലിനുള്ള പൂർണ്ണ പിന്തുണയായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ഇന്ത്യ നിലപാട് പിന്നീട് വ്യക്തമാക്കി. പലസ്തീനിയൻ കോസ് വേറെ, ഹമാസിൻ്റെ ആക്രമണം വേറെ. അതുകൊണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ അതിനകത്ത് നിലപാട് വ്യത്യാസമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സായ പാലസ്തീനിയൻ ജനതയോടുള്ള ഐക്യദാർഢ്യം, അതുകൊണ്ടാണ് ഇന്ത്യ ട്രംപിൻ്റെ സമാധാന പദ്ധതി അംഗീകരിച്ചത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ അത് ഈ ഹമാസാണ്. ഹമാസിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ത്യയുടെ വിഷയമേ അല്ല. അതുകൊണ്ട് ഇന്ത്യ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇന്ത്യ ഒരു നിലപാടും എടുക്കേണ്ട കാര്യമില്ല. ഇസ്രയേൽ എന്ന രാജ്യം ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഇസ്രയേലിൻ്റെ സുരക്ഷ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അതുകൊണ്ട് അറബ് രാജ്യം നാലാമത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സായ അറബ് രാജ്യങ്ങളെയും മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡറായ ഇസ്രയേലിനെയും ഒരേപോലെ കണ്ടുകൊണ്ട് സമദൂരം പാലിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളുമായും സുഗമമായി ഇടപെടാനൊക്കുന്ന ഒരു നിലയിലേക്ക് എത്തുക എന്നതാണ് ഇന്ത്യയുടെ നയം. അത് റഷ്യ ഉക്രൈൻ വിഷയത്തിലും അറബ് ഇസ്രായേൽ വിഷയത്തിലും എല്ലാം തന്നെ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാടാണ്. അഞ്ചാമത്തെ സ്റ്റേക്ക് ഹോൾഡർ വളരെ നിഗൂഢമായ സ്റ്റേക്ക് ഹോൾഡറാണ്. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയാണ് അഞ്ചാമത്തെ സ്റ്റേക്ക് ഹോൾഡർ. ഇവിടെ ലോക പോലീസിൻ്റെ വേഷം അമേരിക്ക താഴെ അടിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ലോക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയെ പോലും നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പീസ്